ആശാനെ നാളെ പരിപാടി ഉണ്ടോ? പരിപാടി പെട്ടെന്നൊരു ശബ്ദം. അതാ അങ്ങ് മരുഭൂമിയുടെ അകലിൽ നിന്നും ആരോ ഒരു സൈക്കിൾ ഇങ്ങനെ മുന്നോട്ട് വരികയാണ്. ആരാണത്? ആരാണ്? ബാബുവാണോടാ? അല്ല, ആരുമല്ല. അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഒരു അറബിയാണ്. ഈ ഓടി വന്ന അറബിയുടെ പേരെന്താണെന്ന് അറിയുന്നത് മറ്റൊന്നുമല്ല, അൽകുൽത്ത് അജീഷ് മോൻ. അറബി വന്ന വഴി തന്നെ അമ്മണിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ആർക്കും മനസ്സിലായില്ല. പറഞ്ഞതിനകത്ത് എനിക്ക് മനസ്സിലായി, മറ്റൊന്നുമല്ല, എന്റെ കയ്യിലുള്ള ഈ അറബി പാൽക്കായം വാങ്ങി. അറേബ്യയിൽ നവാച്ചാൽ എന്ന് പറയുന്ന മരത്തിൽ നിന്നെടുക്കുന്ന ഒരു കറിയാണ് അറേബ്യൻ പാൽക്കായം. ഇതൊരു തുള്ളി, ഒരു അരിമണി തൂക്കമെടുത്ത് വെള്ളത്തിൽ ചാരിച്ച് കുട്ടികൾക്ക് കൊടുത്തതിന്റെ വയറുള്ള വയറുകടി, വയർക്കുള്ള വയറുവേദന, ഇതൊക്കെ മാത്രമല്ല വീട്ടിലുള്ള നാൽക്കാലികൾ റബ്ബറിന്റെ ഇല തിന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാൽക്കാലികൾ ജീവനോടെ ഓടി നടക്കും. ഇതിന് ചെറിയ കപ്പിയുടെ വില 5 രൂപ, വലിയ കപ്പിയുടെ വില 50 രൂപ. വലിയ കപ്പി വാങ്ങുന്നത് നിങ്ങൾക്ക് ക്ഷമിക്കണം. ഇന്ന് പാലക്കാട്, കോഴിക്കോട്, പാലക്കാട്, കോഴിക്കോട്, അങ്ങനെ അറബിയോട് തായ്സും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുപ്രഭ രമണി മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്ന് പുറകിൽ നിന്നും ഘോരമായ ഒരു വിളി. മറ്റാരുമല്ല, അമ്മണിയുടെ അമ്മാവൻ ബിനുക്കുട്ടൻ. ബിനുക്കുട്ടനെ കണ്ട മാത്രമേ സുപ്രഭ അമ്മണിയും ഓടുകയാണ്. തൊട്ടുപുറത്ത് ബിനുക്കുട്ടൻ, മുമ്പിൽ സുപ്രഭ അമ്മണിയും, തൊട്ടുപുറത്ത് ബിനുക്കുട്ടൻ, മുമ്പിൽ സുപ്രഭ അമ്മണിയും. അങ്ങനെ ഓടി ഓടി അവർ വഴിയഴിയാതെ ഉരുളുകയാണ്. വഴിയഴിയാതെ ഉരുളുകയാണ്. അങ്ങനെയല്ല, വഴി അറിയാതെ ഉള്ളൂ. അതെ, അത് അറിയാതെ അത് ചെയ്യുകയാണ്. അങ്ങനെ വീണ്ടും ഓടി മുന്നോട്ട് ഓടി ഓടി 4 കൂടിയ മുക്കവലയിൽ വന്നു നിന്നു. മുമ്പിലേക്ക് ഒരു വഴി, സൈഡിലേക്ക് വേറൊരു വഴി. ഏത് വഴിക്ക് പോകണമെന്ന് അറിയില്ല. എങ്ങനെ സംശയത്തിൽ നിൽക്കുന്നവർ എന്റെ കയ്യിൽ ഈ ബുക്ക് വാങ്ങുക. സഞ്ചാര സഹായി. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്, ആരുടെയൊക്കെ ഫോൺ നമ്പറുകൾ വേണം, ട്രെയിൻ സമയം, അങ്ങനെയുള്ളതെല്ലാം ഈ ബുക്കിലുണ്ട്. ഈ ബുക്ക് വാങ്ങുന്നവർക്ക് ഒരു പോക്കറ്റ് ഡയറി ഫ്രീ. ഈ ചെറിയ ബുക്കിന്റെ വില 5 രൂപ, വലിയ ബുക്ക് 10 രൂപ. വലിയ ബുക്ക് വാങ്ങുന്നവർക്ക് നിങ്ങൾക്ക് തന്നെ. ക്ഷമിക്കണം. ഇന്ന് പാലക്കാട്, കോഴിക്കോട്, പാലക്കാട്, കോഴിക്കോട്, അങ്ങനെ വെയിൽ കൊണ്ട് ഓടി ഓടി തളർന്ന് അമ്മണിയുടെ മുഖം കരിവാളിച്ചൊരു പ്രത്യേക വൃത്തികെട്ട രീതിയിലായി. ഇങ്ങനെ മുഖം കരിവാളിച്ച് വിഷമിച്ചിരിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, എന്റെ കയ്യിലുള്ള ഈ കുങ്കുമപ്പൊടി കയ്യിൽ വാരിയെടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇങ്ങനെ മുഖത്ത് തേച്ചു വിടുകയാണെങ്കിൽ ഈ മുഖത്ത് എന്നിട്ട് കുറച്ചു നേരം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം നല്ല സൗന്ദര്യമായി തീരും. അപ്പോൾ ചിലർക്ക് മുഖത്തിന് മാത്രമായിരിക്കില്ല കാന്തി, ചിലവരുടെ മുടി കൊഴിഞ്ഞു. അങ്ങനെ തോന്നുന്നവർ മുടി കൊഴിച്ചിലുണ്ടെന്ന് തോന്നിയാൽ എന്റെ കയ്യിലിരിക്കുന്ന ഈ പൊടി ഒരൽപ്പം എടുത്തിട്ട് അത് തലവഴി വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇതേപോലെയായി തീരും. അപ്പോൾ മുഖസൗന്ദര്യവും വർദ്ധിക്കും, മുടി കൊഴിച്ചിലും മാറിക്കിട്ടും. ചില ആളുകളുടെ കരിവാളിപ്പായിരിക്കും മുഖത്ത്, ചില ആളുകളുടെ മുടി കൊഴിയുന്നു. എന്നാൽ ചിലർക്ക് ഇതൊന്നുമല്ല, മുഖക്കുരു. എന്ത് കൈകാര്യം മാറില്ല മുഖക്കുരു. ഇങ്ങനെയുള്ള യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ ഈ പൊടി ഒരല്പം, ഈ പൊടി ഒരല്പം എടുത്തിട്ട് കയ്യിലിട്ട് തിരുമിയതിനു ശേഷം മുഖത്ത് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. ഇപ്പൊ മുഖക്കുരു തന്നെ മാറി. ശരിക്കും ഈ പൊടിക്ക് വില 3 രൂപയാണ്. ഈ പൊടിക്ക് 5 രൂപ, ഈ പൊടിക്ക് 10 രൂപ. ഏറ്റവും നല്ലത് ഈ പൊടി വാങ്ങുന്നതാണ്. പാലക്കാട്, കോഴിക്കോട്, Got it.
കൊന്നിട്ട് യാതൊരു കാര്യമുണ്ടല്ല. അല്ലെ എന്തിനാ വെടിവെച്ച് കൊന്നത്? എന്തിനാ വെടിവെച്ച് കൊന്നെന്നാ? എടാ നാളെ ഇവന്റെ കഥാപ്രസംഗം എന്റെ വീടിനടുത്തുള്ള അമ്പലത്തിൽ ഞാൻ ബുക്ക് ചെയ്തൊക്കെയായിരുന്നു. ഇവനെ ഞാൻ ഇന്ന് വെടിവെച്ച് കൊന്നില്ലെങ്കിൽ നാളെ എന്റെ നാട്ടുകാർ വെടിവെച്ച് കൊല്ലും. അറിയാമോ? നാളെ പാലക്കാട്, പിന്നെ കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. സഹോദരി, ഇതോടെ എന്റെ കഥ കഴിഞ്ഞു.